നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഇലക്ട്രോണിക് കിച്ചൺ സ്കെയിലാണ് കേട്ടോ. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡയറ്റിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഇലക്ട്രോണിക് കിച്ചൺ സ്കെയിൽ പർച്ചേസ് ചെയ്തിരുന്നെന്ന്. ആ സ്കെയിലാണിത്. ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതത്ര കോസ്റ്റ്ലി ഒന്നുമല്ല, 275 ആണ് ഇതിൻ്റെ റേറ്റ്. ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ അടങ്ങിയ ഒരു പേപ്പർ ഉണ്ട് കേട്ടോ. ഇതിൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഈ എക്യുപ്മെന്റിൽ നമുക്ക് 10 കിലോ വരെ തൂക്കാൻ പറ്റും. പിന്നെ LCD ഡിസ്പ്ലേ ഉണ്ട്, ഓട്ടോമാറ്റിക് സീറോ റീസെറ്റിംഗ് ഉണ്ട്, അതുപോലെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ആണ്, പിന്നെ ലോ പവർ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓവർലോഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലാണേ. ഇനി നമുക്ക് ഇതിൻ്റെ മെക്കാനിസം നോക്കാം. ഹാർഡായിട്ട് അതുപോലെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താട്ടോ വെക്കേണ്ടേ. അതിനുശേഷം വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ സ്കെയിൽ 0-ൽ വരും. എന്നിട്ട് നമുക്ക് വെയിറ്റ് നോക്കേണ്ട ഒബ്ജക്റ്റ് മുകളിൽ വെക്കാം. നമ്മൾ സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ഡിസ്പ്ലേ ചെയ്യും. ഇതിന് 3 സ്വിച്ചുകളാട്ടോ ഉള്ളത്. ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഉണ്ട്, പിന്നെ മോഡ് ചേഞ്ച് സ്വിച്ച് ഉണ്ട്, പിന്നെ ടയർ സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് എല്ലാവർക്കും അറിയായിരിക്കും, ഓണും ഓഫും ചെയ്യാനുള്ളത് തന്നെയാണ്. പിന്നെ മോഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ കഴിയും. 2 മോഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ഗ്രാംസിലാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ വേറൊന്ന് ഔൺസിലാണ് കാണിക്കുന്നത്. നമുക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടയർ. ഈ ടയർ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരേ സമയം തന്നെ ചെക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം ടയർ കീ സെറ്റ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഗ്രാംസിലാണ് എടുക്കുന്നതെങ്കിലൊക്കെ ഈ ടയർ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഒരു ഐറ്റം നമുക്ക് ചേർത്തതിന് ശേഷം ടയർ ഓൺ ചെയ്താൽ മതി, അപ്പോൾ 0-ൽ സെറ്റായി വരും. വീണ്ടും നമുക്ക് അതേ പോട്ടിലോട്ട് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാൻ കഴിയും. അതാണ് ഈ ടയർ കൊണ്ടുള്ള പ്രത്യേകത. പിന്നെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഓവർലോഡ് കാണിക്കുകയാണെങ്കിൽ എറർ എന്ന് കാണിക്കും, ഇ എന്നുള്ളത് കാണിക്കും കേട്ടോ ഓവർലോഡ് കാണിക്കുകയാണെങ്കിൽ. പിന്നെ ഈ സ്കെയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഹാർഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് തന്നെ വേണം കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇത് നനവോ വല്ലതൊക്കെ വരികയാണെങ്കിൽ ക്ലീൻ ക്ലോത്ത് കൊണ്ട് തന്നെ തുടച്ച് വെക്കണം. അതുപോലെ തുടക്കുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത്, കാരണം ഇലക്ട്രോണിക് ഐറ്റമാണ്, വെള്ളത്തിലൊന്നും വെക്കരുത്. അതുപോലെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. ചെരിച്ചും ഇതൊന്നും ആക്കി വെക്കരുത്, ബാറ്ററി ഡ്രെയിൻ ചെയ്ത് പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട്. പിന്നെ കുറേ കാലങ്ങളായിട്ട് സ്കെയിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ബാറ്ററി അഴിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇത് താഴോട്ടിടുക അല്ലെങ്കിൽ അതുമ്മേ കയറി നിന്നിട്ട് ചവിട്ടൊക്കെ ചെയ്താൽ സാധനം കേടുവരും. അപ്പോൾ ഏകദേശം ഈ ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയല്ലോ. ഓൺ ഓഫ് സ്വിച്ച്, മോഡ്, പിന്നെ ടയർ, അങ്ങനെയുള്ള ഓരോ ഓപ്ഷൻസ് ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ അത്. ഈ സ്കെയിലിൽ നമുക്ക് 10 കിലോ വരെ തൂക്കാം. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ നമുക്ക് സ്കെയിൽ വെക്കാം. ഞാൻ ഈ സ്കെയിലിൻ്റെ മുകളിലായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓൺ ചെയ്യാം. ഇപ്പോൾ 0-ൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വെക്കാം. ഇത് ഞങ്ങളുടെ കിച്ചൺ ഗാർഡനിൽ നിന്ന് പറിച്ചെടുത്ത പച്ചമുളകാണ്. 98 ഗ്രാംസ് ഉണ്ട് കേട്ടോ ഈ പച്ചമുളക്. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് തൂക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഈ സ്കെയിൽ വാങ്ങാനുള്ള കാരണം എൻ്റെ കീറ്റോ ഡയറ്റിൽ എനിക്കിത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. പ്രത്യേകിച്ചും അളന്ന് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അളന്ന് തന്നെ കഴിച്ചിരുന്നു. അതായത് പ്രത്യേകിച്ചും നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്, പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് അളന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ സ്കെയിൽ വാങ്ങിച്ചത് തന്നെ. 250 ഗ്രാംസിൽ അധികം ഒരിക്കലും നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഡെയിലി കഴിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഫൈബറിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ന്യൂട്രീഷണൽ നീഡ്സിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് യൂസ് ചെയ്തിരുന്നല്ലോ. ആ വെജിറ്റബിൾസ് തൂക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സ്കെയിലാണ് യൂസ് ചെയ്തിരുന്നത്. ഒരു ദിവസം മാക്സിമം 350 ഗ്രാംസിൽ അധികം വെജിറ്റബിൾസ് യൂസ് ചെയ്തിരുന്നില്ല. കുക്ക് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ളത് 350 ഗ്രാംസ് തന്നെ യൂസ് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. ഇതിന് മുകളിൽ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഓൺ ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ 0-ലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഞാൻ കൺട്രോൾഡ് ഡയറ്റ് ആണെന്ന്. 100 ഗ്രാംസ് കാർബ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ ചില ടൈമിൽ ചപ്പാത്തി കഴിക്കും, ചില ടൈമിൽ റൈസ് കഴിക്കും. അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ചപ്പാത്തി ഈ 100 ഗ്രാംസ് കാർബൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചാൽ മതി. ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഓരോ ഡിഷസിലും ന്യൂട്രീഷണൽ വാല്യൂ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ റൈസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ റൈസിലെ കാർബ് 100 ഗ്രാം റൈസിൽ ഏകദേശം 28 ഗ്രാംസ് കാർബ് അടങ്ങിയിരിക്കും. അപ്പോൾ ഈ 100 ഗ്രാംസ് കാർബ് കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾസ് കൂടി
നമ്മൾ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് 100 ഗ്രാംസ് റൈസ് കഴിക്കാൻ പറ്റില്ല. അതായത് റൈസിൽ നിന്ന് കിട്ടുന്ന കാർബ് കറക്റ്റ് 100 ഗ്രാംസ് പറ്റില്ല. ഒരു 50 ഗ്രാംസ് അല്ലെങ്കിൽ 75 ഗ്രാംസ് അത്രയൊക്കെ കാർബ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 100 ഗ്രാം റൈസിൽ 28 ഗ്രാംസ് ആണല്ലോ കാർബ്. അപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാംസ് ഒക്കെ റൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം അത്ര മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതും പിന്നെ വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന കാർബും കൂടെ ആകുമ്പോഴേക്കിന് 100 ഗ്രാംസ് ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ സ്കെയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ റൈസ് എന്ന് വെച്ചാൽ നമ്മുടെ കേരള റൈസ് അല്ല കേട്ടോ, വൈറ്റ് റൈസിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ യൂസ് ചെയ്യുന്നത് പാർബോയിൽഡ് റൈസ് ആണല്ലോ. പാർബോയിൽഡ് റൈസിലാവുമ്പോൾ 41 ഗ്രാംസോളം കാർബ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തി. ഇനി ചപ്പാത്തി ആകുമ്പോൾ ചപ്പാത്തിയിൽ ഒന്നുകൂടെ കൂടുതലാണ് വരുന്നത്. 100 ഗ്രാം ഗോതമ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ 43 ഗ്രാം തന്നെയാണ് കാർബ് അടങ്ങിയിട്ടുള്ളത്. നമുക്കിവിടെ 2 ചപ്പാത്തി നോക്കാം കേട്ടോ. ഒരു ചപ്പാത്തി 34 ഗ്രാംസ് ആണ്. 2 ചപ്പാത്തി ആട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് 72 ഗ്രാംസ് ഉണ്ട്. ഇനി ഈ 2 ചപ്പാത്തിയും പിന്നെ നമുക്ക് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന കാർബ് മാത്രമേ ഈ ഒരു ഡേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിച്ചൺ സ്കെയിൽ വാങ്ങിച്ചത്. ഇപ്പോഴെൻ്റെ കിച്ചൺ സ്കെയിൽ എല്ലാവരും കണ്ടില്ലേ, SF400 എന്ന് പറഞ്ഞിട്ടുള്ള സ്കെയിലാണ്, ഇലക്ട്രോണിക് കിച്ചൺ സ്കെയിൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ കിച്ചൺ സ്കെയിൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ സ്കെയിൽ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഡയറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക്, അതായത് വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോംസ് കൊണ്ടെല്ലാം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസും റെസിപ്പികളും വ്ളോഗ്സും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.